വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി SDPI വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ജീവൻ വെടിഞ്ഞും കണ്ണീരുവാട്ടും നമ്മൾ ഭയക്കുന്നതാരേ വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൊല്ലം ആശ്രാമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ജീവൻ വെടിഞ്ഞും കണ്ണീരുവാട്ടും നമ്മൾ ഭയക്കുന്നതാരേ വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം. രാജ്യത്തെ തകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന സംഘപരിവാര ഫാസിസ്റ്റുകളുടെ കുടില ബുദ്ധിയാണ് വഖഫ് ഭേദഗതി ബിൽ 2024. സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കിനെ സവർണാധിപത്യ ചാതുർവർണ്ണ്യ മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢതന്ത്രം തിരിച്ചറിയുക. വഖഫ് കയ്യേറ്റ ഭൂമിയോ കവർച്ച ചെയ്തെടുത്ത സ്വത്തോ അല്ല. സമൂഹത്തിന്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസി വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി തങ്ങൾക്കേറെ പ്രിയപ്പെട്ടതിൽ നിന്നും ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ്. വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി SDPI വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും കൊല്ലം ആശ്രാമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മർദ്ദിത പീഡിത ന്യൂനപക്ഷങ്ങളെ മർദ്ദിച്ചൊതുക്കുന്ന കാഴ്ച മനസ്സിൽ പതിഞ്ഞിട്ടും മാറി നിൽക്കുന്നോരെ ചാരത്തുമെത്തിടും തീർച്ച. സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ള എല്ലാ വഖഫ് നിയമങ്ങളും വഖഫ് സ്വത്ത് സംരക്ഷിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിൽ RSS അജണ്ടയിലൂന്നി BJP കൊണ്ടുവന്ന ഭേദഗതി വഖഫ് സ്വത്തുക്കൾ നിയമാനുസൃതം കൊള്ളയടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതിയിലെ ചതിക്കുഴികൾ പൗരസമൂഹം തിരിച്ചറിയുക. രാജ്യത്തെയും സംസ്ഥാനങ്ങളിലെയും വഖഫ് ബോർഡുകളിലും കൌൺസിലുകളിലും മുസ്ലിങ്ങൾ അല്ലാത്തവർ ഉണ്ടാവണമെന്ന വ്യവസ്ഥ ദുഷ്ടലാക്കിന്റേതാണ്. വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി SDPI വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ജീവൻ വെടിഞ്ഞും കണ്ണീരുവാട്ടും നമ്മൾ ഭയക്കുന്നതാരേ വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും അനീതിക്കറുതി വേണം.